4 മണിക്കൂർ എന്റെയൊക്കെ ചെറിയ പ്രായത്തില് എനിക്കൊക്കെ ചെറിയ പ്രായം ഇന്ത്യക്ക് ഒരു 10 or 11 വയസ്സില് 4 മണിക്കൂറോളം 2-ാം ഊഴം എന്ന് പറഞ്ഞൊരു കഥാപ്രസംഗം ഞാനൊരു അമ്പലപ്പറമ്പിൽ ഇരുന്ന് കേട്ട് സിനിമ കാണുന്ന പോലെ കണ്ടു. 2-ാം ഊഴം അതുപോലുള്ള മനോഹരമായ കഥാപ്രസംഗങ്ങളും ഉണ്ട്. തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ കട്ടം പൊക്കിയിട്ട് ഇങ്ങനെ മണ്ണൊക്കെ എറിഞ്ഞിട്ട് പോണ എല്ലാ കലകളിലും നല്ലതുകൊണ്ട് മോശമുണ്ട്. നല്ല കഥക്ക് കയ്യടി കിട്ടും, മോശം കഥക്ക് കയ്യടി കിട്ടും. നല്ല മിമിക്രിക്ക് കയ്യടി കിട്ടും, മോശത്തിന് ഇതൊന്നും നമ്മുടെ ചമ്പക്കരെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ലല്ല. അപ്പൊ ചേട്ടൻ എന്തോരം കയ്യടി കിട്ടി, എന്തോരം കൂ കിട്ടിയെന്ന് ചേട്ടൻ അറിയാൻ പാടില്ല. എനിക്കറിയാം. എല്ലാ എനിക്ക് തോന്നുന്നത് ഈ നമ്മളുടെ കഥയെ ജഡ്ജ് ചെയ്യാൻ ഒരു വലിയ ജനത പുറത്തുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൂകി വെളുപ്പിച്ച് ആദ്യം നമ്മൾ പഠിക്കുന്ന പാഠം എന്താ? എന്തെങ്കിലും പഠിച്ചോ? ഇതുവരെ ഒരു ഗോല് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അല്ല, ഞാൻ ഒരു കാര്യം കാരണം എന്ന് വെച്ചാൽ ഈ കോമഡി എന്ന് പറയുന്നത് നമ്മൾ ഈ ഫലിത ബന്ധുക്കളിൽ പണ്ട് വായിക്കുന്ന കോമഡിയും അതല്ല ബോനമോളിയിലുള്ളത്, അതല്ല വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കോമഡി, അതല്ല ഓഡിയോ കാസറ്റിലുള്ളത്, അതല്ല വീഡിയോ കാസറ്റ് ചെയ്യുന്നത്, അതല്ല സ്റ്റേജ് ചെയ്യുന്നത്, അതല്ല റിയാലിറ്റി ഷോ ചെയ്യുന്നത്, അതല്ല സിനിമയിലുള്ളത്. ഇത് തമ്മിലുള്ള സെപ്പറേഷൻ ഉണ്ടല്ലോ, അത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഈ കോമഡി അവതാളത്തിലാവുന്നത്. അതിനെല്ലാത്തിനും രാജേഷ് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ താളമുണ്ട്, ഓരോ മീറ്ററുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം കോമഡി കണ്ട് ഇദ്ദേഹത്തിന് ബോറടിച്ചു എന്ന് പറയുന്നു. പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ 3 കോമഡിക്ക് അല്ല പ്രശ്നം, കോമഡിയുടെ നിലവാരം തകർന്നു, മൂല്യച്യുതി സംഭവിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനും എന്റെ വീട്ടിലെ കുട്ടികളും ഞങ്ങളുടെ കുടുംബവും ഒന്നിച്ച് ഒരു കോമഡി TV-യിൽ കാണുമ്പോൾ ഞാൻ ആ ഉദാഹരണം പറഞ്ഞ അവിടെ തെറ്റില്ല. അതായത് ഒരു വണ്ണമുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീ പറയാൻ പാടില്ല. അല്ല പറയാം, പറഞ്ഞിട്ടാ പറയുന്നത്. വണ്ണം ഇവര് കാണിച്ച കാര്യം എനിക്ക് പറയാലോ. TV-യിൽ വണ്ണമുള്ള സ്ത്രീ അല്ല, വണ്ണമുള്ള സ്ത്രീ നിൽക്കുന്നു. ആദ്യ രാത്രി അവിടെ കാണിക്കുന്നത് ഇവിടെ ഒരു നാളികേരം കയ്യിലെടുക്കുന്നു, ആ സ്ത്രീയുടെ നിതംബത്തിലേക്ക് എറിയുന്നു. എന്റെ വീട്ടിലെ കൊച്ചു ചോദിക്കുന്നു, അച്ഛാ എന്തിനാണ് അയാള് അമ്പലത്തിൽ ചെന്ന് കല്ലിലുടക്കേണ്ട തേങ്ങ ആ സ്ത്രീയുടെ നിതംബത്തിൽ നിന്ന് ഉടയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? നിലവാരത്തിന് തകർച്ച. ഇതായിരുന്നു പണ്ട് കോമഡി. അല്ല, കോമഡിക്ക് അതിൻ്റെതായ ഒരു ലെവലുണ്ട്, മീറ്ററുണ്ട്, സാഹചര്യമുണ്ട്, നല്ല ഹാസ്യം. കോമഡിക്ക് മാത്രമല്ല എല്ലാ കലാരൂപങ്ങൾക്കും അപജയം ഞാൻ മുഖസ്തുതി പറയില്ല, നിങ്ങളൊരു അപൂർവ ജീവിയാ. ഒരു അപൂർവ ജീവിയാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.